ഏതെല്ലാം സാഹചര്യങ്ങളിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു. അതിന്റെ തുടർച്ചയാണ് ഇന്ന്. നമുക്കറിയാമല്ലേ, തത്സമയ സംപ്രേഷണങ്ങളിലും ക്രിക്കറ്റ് കമന്ററിയിലൊക്കെ ഉപയോഗിക്കുന്ന ടെൻസ് ഫോം ഏതാണെന്നറിയാമല്ലോ അല്ലെ? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് കാര്യങ്ങൾ പറയുന്നത്. എക്സാമ്പിൾസ് നോക്കാം. മെസ്സി പാസസ് ദ ബോൾ ടു നെയ്മർ. മെസ്സി പാസസ് ദ ബോൾ ടു നെയ്മർ. മെസ്സി നെയ്മറിന് പന്ത് കൈമാറുന്നു. ഇവിടെ പാസസ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ അല്ലെങ്കിൽ ന്യൂസ് ഹെഡ്ലൈൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻസിഡൻസ് തത്സമയമായി എത്തിക്കുവാനും ആകർഷകം ആക്കുവാനും വേണ്ടിയാണ് അങ്ങനെ. എക്സാമ്പിൾസ് നോക്കാം. ഇന്ത്യ വിൻസ് ദ ഫൈനൽ മാച്ച്. ഇന്ത്യ വിൻസ് ദ ഫൈനൽ മാച്ച്. ഇന്ത്യ ഫൈനൽ മത്സരം വിജയിച്ചിരിക്കുന്നു. ഇവിടെ വിൻസ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന വലിയ ചില സംഭവങ്ങളും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് അവതരിപ്പിക്കാറ്. ഉദാഹരണം നോക്കാം. പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് USA നെക്സ്റ്റ് വീക്ക്. പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് USA നെക്സ്റ്റ് വീക്ക്. പ്രധാനമന്ത്രി അടുത്തയാഴ്ച USA സന്ദർശിക്കുന്നു. ഇവിടെ വിസിറ്റ്സ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിൽ വിസിറ്റ് എന്നതിന് പകരം വിസിറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബുക്സ് ആൻഡ് ഫിലിംസ് കഥകൾ പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കാറുണ്ട്. തത്സമയം ആ സംഭവങ്ങൾ നമ്മുടെ കൺമുൻപിലൂടെ നടക്കുന്നു എന്ന് കാണിക്കാനാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഹാരി പോട്ടർ ലിവ്സ് വിത്ത് ഹിസ് അങ്കിൾ. ഹാരി പോട്ടർ ലിവ്സ് വിത്ത് ഹിസ് അങ്കിൾ. ഇവിടെ ലിവ്സ് എന്ന വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാരി പോട്ടർ ലിവ്സ്. ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാം ഇന്ന് എന്താണ് പഠിച്ചത്? ഏതെല്ലാം സാഹചര്യങ്ങളിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തത്സമയ സംപ്രേക്ഷണങ്ങൾക്കും പത്രത്തിലെ പ്രധാന ഹെഡ്ലൈൻസിനും ബുക്സ് അല്ലെങ്കിൽ ഫിലിംസിലെ കഥകൾ പറയുവാനും ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ചില പ്രധാന സംഭവങ്ങളെ സൂചിപ്പിക്കാനും സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നു. താങ്ക് യു.